ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കിയാലോ. എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കാം. അപ്പം നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷമാണ് ഞാൻ മുട്ടയുടെ വെള്ള തന്നെ ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് മുട്ടയുടെ വെള്ളയും ഉണ്ണിയും കൂടെ ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുക്കണേ, അങ്ങനെയും ചെയ്യുക. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷമാണ് ഞാനത് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ മുട്ടയുടെ ഉണ്ണിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കാം. അത് നല്ലൊരു പഫി പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇപ്പോൾ ഒരു പഫി പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി നമ്മുടെ ക്രസ്റ്റ് ക്രംബിൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ് ഞാൻ ആഡ് ചെയ്യുവാണ്. ഏകദേശം 250 ml ഗ്രാംസോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനത് അരിച്ചെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ശകലിച്ച് അത് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരൊറ്റ സൈഡിലേക്ക് മാത്രമേ അത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ മിക്സ് ചെയ്യരുത്. അത് ഫുള്ളായിട്ട് ഒരുമിച്ചിട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ശകലിച്ച് ഇട്ടിട്ട് കൊടുത്ത് പല പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് വേണം നമ്മളത് മിക്സ് ചെയ്യാൻ. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് ചെറിയ കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഏകദേശം ഞാൻ 1/2 ഗ്ലാസ്സോളം ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന സെയിം ഡിറക്ഷനിൽ തന്നെ നമ്മളത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് ടിൻ എടുത്ത് ബേക്കിംഗ് ടിന്നിൽ ഓയിൽ തൂത്ത് നമുക്കതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ ടാപ്പ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള എല്ലാ ബബിൾസും നമ്മൾ കളയണം. ബബിൾസ് ഒട്ടും കാണാൻ പാടില്ല. ബബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് എടുക്കുമ്പോൾ കേക്കിൻ്റെ നടുക്ക് വലിയൊരു ഹോള് കാണും. ഇപ്പം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് കുക്കറിൽ ഇറക്കി വെച്ച് നമ്മളൊരു 45 മിനിറ്റ്സ് അത് ബേക്ക് ചെയ്തെടുക്കും. ആ ബേക്ക് ചെയ്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബീറ്ററിൻ്റെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ്സോളം വെച്ച് ഫ്രീസറിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അല്ല ഡയറക്റ്റ് യൂസ് ചെയ്യരുത് നമ്മൾ. അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല പഫി പരുവം ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ കേക്ക് നോക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ കറക്റ്റ് ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കേക്കിനെ നമുക്ക് 2 ലെയറായിട്ട് എടുക്കാം. കട്ട് ചെയ്ത് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ 2 പീസ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതിൻ്റെ ബേസിൽ ഒരു ശകലം ക്രീം തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് നമുക്കിനി അതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ സ്ക്രിബിൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പൊക്കത്ത് വൈറ്റ് ചോക്ലേറ്റ് സ്ക്രാപ്പ് ചെയ്തിടുവാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ എടുത്തു വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ക്രീമിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് നല്ലതുപോലെ റൗണ്ടിൽ നമുക്കത് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം നല്ലതുപോലെ നല്ലൊരു ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി മുകളിലൊക്കെ ഒരു ചെറിയ ഡിസൈൻ പോലെ നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി വേഗം കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി വന്ന ക്രീം വെച്ച് നമുക്ക് ചെറിയൊരു ഡിസൈൻ നമുക്ക് സൈഡിൽ കൂടെ എല്ലാം കൊടുക്കാം. ഞാൻ നേരത്തെ റൗണ്ടിൽ അത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഡിസൈന്
നെക്സ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് മുകളിൽ 2-3 ഫ്ലവേഴ്സും കൂടെ അതിനൊരു ചെറിയൊരു ഡെക്കറേഷൻ എന്നോണം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് സ്ക്രാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1 hour ഫ്രീസ് ചെയ്തെടുത്തു. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി. വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.